ലക്ഷ്യയിലേക്ക് മെയിൻ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാൻ കാരണം എൻ്റെ വാപ്പയും ഉമ്മയും കൂടി ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തെ മെയിനായിട്ട് പാസ് പെർസെൻറ്റേജ് ഒക്കെ കുറച്ചും കൂടി കൂടുതൽ ലക്ഷ്യക്കായിരുന്നു. ACCA CE അതിനകത്തൊക്കെ പാസ് പെർസെൻറ്റേജും പിന്നെ കുറച്ചും കൂടി നല്ല ഫാക്കൽറ്റീസ് അതൊക്കെ ഇവിടെ ആയിരുന്നു ലക്ഷ്യം. പിന്നെ വാപ്പയും ഉമ്മയും ഞങ്ങളൊക്കെ കൂടി ഇവിടെ വന്ന് മെയിൻ ഓഫീസിൽ വന്ന് അന്വേഷിച്ചു ലക്ഷ്യനെ. അപ്പോൾ അവർ പറഞ്ഞു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. നമുക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഉറപ്പിച്ചു ലക്ഷ്യം തന്നെ മതി. പിന്നെ വേറെ അധികം അന്വേഷിക്കാൻ പോയില്ല, ലക്ഷ്യം തന്നെ പക്കയാണെന്ന് ഉറപ്പിച്ചു. അതായിരുന്നു ഇവിടെ വന്നതിനപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് പക്ക ഒരു വൈബായിരുന്നു. ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ സ്കിൽസും അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ അറിയും. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ് എടുക്കും. അതുപോലെ നമുക്ക് മെൻറ്ററിങ് വേണമെന്ന് തോന്നിയാലും നമുക്കിപ്പോൾ ക്ലിയർ ആവാത്ത കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കിട്ടത്തില്ല, നമുക്ക് കുറേ ചോദിച്ചാലും കിട്ടത്തില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്ലാസ് എടുത്തരും. ഈവൻ സൺഡേ വരെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ. സൺഡേ വരെ ക്ലാസ് എടുത്ത് അവരവരുടെ ടൈം നമുക്ക് പരമാവധി തരും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഇവിടെ ക്ലാസ് റൂം ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ക്ലാസ് റൂം ഫ്രീ ആക്കി തന്നെ നമ്മളെല്ലാവരും ഇവിടെ എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനിയത്തിമാരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എടുക്കുമ്പോൾ കോളേജ് നമ്മൾ നോക്കുന്നത് വൈബ് മാത്രമാണ്. കോളേജിൽ അടിപൊളിയാണ്. ഇപ്പോൾ ഒരുപാട് കോളേജുകളുണ്ട് ഞങ്ങളുടെ ആദ്യം. അപ്പോൾ അവരെല്ലാവരും നോക്കുന്നത് കോളേജ് അടിപൊളിയാണ്, ആ ഒരു വൈബ്, അല്ല 3 വർഷം നമുക്ക് അടിച്ചു പൊളിക്കാം. പക്ഷെ ഇവർ ഈ 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങേ 3 വർഷത്തുമ്പോൾ സെറ്റിൽഡ് ആയിരിക്കും. ഞങ്ങൾക്ക് പിന്നെ അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇവർക്ക് വീണ്ടും പഠിക്കുക, നമ്മൾ ജോലിയൊക്കെ ചെയ്തും സെറ്റിൽ ആകുമ്പോഴേക്കും ഇവർക്ക് വീണ്ടും പഠിക്കുക എന്നുള്ളൊരു ഇതിൽ വേറെ കോഴ്സുകൾ എടുക്കുക, അങ്ങനെയായിരിക്കും. നമുക്കൊരു ഇതുണ്ടാവും, പിന്നെ അടിച്ചു പൊളിക്കട്ടെ, ഇനി ഉണ്ടല്ലോ പിന്നെ അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു കൺസേൺ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും.